കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നല്ല രീതിയിലുള്ള തിരക്കാണ്. ഒന്ന് SIR-മായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു ബോധ്യമാണ്. രാജ്യത്ത് വോട്ടിംഗ് നടക്കണം, വോട്ട് ചെയ്യണമെന്നുള്ള ഒരാവശ്യം ആളുകൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. നല്ല നിലയിൽ രാവിലെ തന്നെ വോട്ട് പോയിരുന്നു. നല്ല 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 ക്യൂ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ഒരു ക്യൂ രാവിലെ അങ്ങനെ കാണാറില്ല, സ്ത്രീകളടക്കം. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് സ്ഥാനാർത്ഥിയുടെ വിജയപ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്യനായകത്വ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയസാധ്യത ഉറപ്പിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുഴുവൻ സർവേകൾ UDF-ൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ ഒന്നടങ്കം അത് 100% അത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്ന് നല്ലൊരു ലീഡ് UDF-ന് ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. രാവിലെ തന്നെ കനത്ത പോളിംഗ് ആണ് നമ്മുടെ ഈ പ്രദേശത്തെ ബൂത്തുകളില്ല ഈരാറ്റുപേട്ടയിലെ ബൂത്തുകൾ അനുഭവപ്പെടുന്നത്. ഇത് മനസ്സിലാക്കുന്നത് ഇടതുപക്ഷത്തിന് നല്ല വിജയം പൂഞ്ഞാർ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം, ഗേൾസ് സ്കൂളിലും GMLP സ്കൂളിലുമാണ് ഈ പ്രദേശത്തെ ബൂത്തായിട്ടുള്ളത്. ഈ പറഞ്ഞ ബൂത്തുകളിലെല്ലാം തന്നെ നീണ്ട ക്യൂ ആണ്. റോഡിലോട്ടടക്കം ആളുകൾ വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത് ഈ കേരളത്തിലെ ആകെ മൊത്തത്തിലുള്ള ട്രെൻഡ് പൂഞ്ഞാർ മണ്ഡലത്തിലും അനുഭവപ്പെടുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എങ്ങനെയുണ്ട് ഇലക്ഷന്റെ ട്രെൻഡും കാര്യങ്ങളൊക്കെ? ജനാധിപത്യത്തിന്റെ ഉത്സവമല്ലേ. രാവിലെ ഇവിടെ ടെക്നിക്കൽ സ്കൂളിലെ 5-ാം ബൂത്തിൽ നിങ്ങൾ കാണുന്നതാണല്ലോ, 300-400 സ്ത്രീകളും വൃദ്ധന്മാരും ഉൾപ്പെടെയാണ് നിരന്നിരിക്കുക. അവർ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കും. ഇവിടെ സർവസമ്മതനായി LDF-ന്റെ കാൻഡിഡേറ്റ് മുന്നോട്ട് നീങ്ങുകയും മുൻകാല വികസനങ്ങളും 5 വർഷത്തെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളുമെല്ലാം ജനങ്ങളിൽ നല്ല പ്രീതി സമ്പാദിച്ചു. ഇപ്പൊ UDF-ലെ ഘടകകക്ഷികൾ ഒഴിച്ചു ബാക്കി എല്ലാ സംവിധാനങ്ങളും LDF-ന് അനുകൂലമായിട്ട് വന്നിരിക്കും. ഇപ്പൊ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത, ഈരാറ്റുപേട്ടയിലും പണം കൊടുത്ത് 2-ാം സ്ഥാനത്തുള്ള ഫാസിസ്റ്റ് ശക്തികൾ 1-ാം സ്ഥാനത്ത് വരുന്നതിനുള്ള പരിശ്രമങ്ങൾ കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ വ്യാപകമായി പണം ഉപയോഗിച്ച് വോട്ടുകൾ സ്വാധീനിക്കാനുള്ള ഒരു പരിശ്രമത്തെ ജനങ്ങൾ അത് ചെറുത്തു തോൽപ്പിച്ചിരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് LDF-ന് ഒരു വിജയമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നഗരസഭയിൽ 7000-ഓളം വോട്ടുകൾ നമ്മുടെ കണക്കൂട്ടൽ LDF ഭൂരിപക്ഷം നേടും എന്നുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ട് സന്തോഷകരമാണ്. തുടർ ഭരണം ഉണ്ടാവും. കാരണം ചാനലുകളെല്ലാം ഒരു വക്കത്താണ് പ്രവചനം നടത്തിയിരിക്കുന്നത്. പക്ഷെ 10 വർഷത്തെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും നടപടികളും LDF-ന് അനുഗുണമായി വരും എന്നാണ് കരുതുന്നത്. നോക്കാം. വരുന്ന റിപ്പോർട്ടുകളൊക്കെ സംസ്ഥാനത്തൊട്ടാകെ രാവിലെ തന്നെ എല്ലാ ബൂത്തുകളിലും നല്ല പോളിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ UDF നൽകിയ ഒരു ക്യാമ്പയിൻ, അതായത് കഴിഞ്ഞ 10 വർഷക്കാലം ജനജീവിതം ദുസ്സഹമായി കടന്നുപോയ 10 കൊല്ലം, അതിനെതിരെയുള്ള ഒരു വിജയത്താവണമെന്ന് എല്ലായിടത്തും ആ നിലയിലുള്ളൊരു ക്യാമ്പയിൻ UDF നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി രാവിലെ തന്നെ നല്ല പോളിംഗ് ആണ് എല്ലായിടത്തും. നമ്മുടെ ഈരാറ്റുപേട്ട നഗരസഭയിലെ എല്ലാ ബൂത്തുകളിലും ഇവിടെ പല ബൂത്തുകളിലും പോയി സന്ദർശിച്ചു. അതുകൂടാതെ തന്നെ കിട്ടുന്ന റിപ്പോർട്ടുകളും രാവിലെ തന്നെ എല്ലാ ബൂത്തുകളിലും നല്ല ക്യൂ ആണ്. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയിലാണ്. ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാന വ്യാപകമായി എല്ലായിടത്തും അധികാരത്തിൽ വരികയും ചെയ്യും. 100-ലധികം സീറ്റിൽ ലഭിക്കുകയും ചെയ്യും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലും പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിലൊക്കെ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് UDF സ്ഥാനാർത്ഥിക്കുള്ളത്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ VJ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം
10 വർഷമായി കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വിപുലമായ നടപടിയിൽ ജനങ്ങളെല്ലാം ദുഃഖിതരാണ്. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ആ കേരളത്തിൽ മുഴുവൻ അലയടിക്കുന്ന ഈ തരംഗം പൂഞ്ഞാറിലും ഉണ്ടാകുന്നതിന് യാതൊരു സംശയവുമില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ ബാനറിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ എന്ന സജി മൂലേച്ചാലിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ശ്രീ MJ സെബാസ്റ്റ്യൻ വളരെയധികം ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുമെന്നും ആണ് ഞങ്ങളുടെ ഉത്തമ വിശ്വാസം. ഇന്നത്തെ പോളിംഗിന്റെ എങ്ങനെയുണ്ട്? മൊത്തത്തിലൊരു ട്രെൻഡ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ 7 മണിക്ക് തുടങ്ങിയ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ പോളിംഗ് ആണ് എല്ലാ ഈരാറ്റുപേട്ട നഗരസഭയിലെ എല്ലാ ബൂത്തുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ UDF അനുകൂലമായ ഒരു തരംഗം തന്നെ ഈരാറ്റുപേട്ട നഗരസഭയിലുണ്ട് എന്നാണ് കേരള കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ വിലയിരുത്തുന്നത്. പൂഞ്ഞാറ് മുഴുവൻ SK തരംഗമാണ്. ഇവിടെ 100% വിജയപ്രതീക്ഷയാണ്. ഒരു വോട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നല്ല വോട്ട് ഇതാണ്. രാവിലെ എല്ലാവരും മാക്സിമം നമ്മുടെ ആൾക്കാരെ നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ വോട്ടിങ് നടക്കുന്നുണ്ട്. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നല്ല പോളിംഗ് നടക്കുന്നുണ്ട്. കൂടാതെ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി SK ഒരു 20,000-ത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. രാവിലെ തന്നെ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. കൂടുതൽ ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് അനീസ് കണ്ടത്തിൽ. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ വികസനം എന്ന് എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു വികസനവും ഈ LDF സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA വ്യക്തിപരമായിട്ട് നമുക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്, സ്നേഹമുള്ള ആളാണ്. പക്ഷേ ഒരു ഭരണവികാരം എല്ലാവരിലും ഉണ്ട്. അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ഈ പൂഞ്ഞാറ് നിയോജക മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി സജി സെബാസ്റ്റ്യൻ വലിയ ഒരു ഇലക്ഷന് നല്ല ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. കേരളത്തിൻ്റെ ആവശ്യവും അത് തന്നെയാണ്. പ്രതികരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷം നിലവിലെ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ നല്ല ഭൂരിപക്ഷം 10,000-ൻ്റെ മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ ഉറപ്പായി, അതിലൊരു മാറ്റവുമില്ല, ഉറപ്പായും ജയിക്കും. കാരണം അദ്ദേഹം വ്യക്തിപരമായി ഈ വാർഡിലെ ഈ മണ്ഡലത്തിലെ ആൾക്കാരുമായി വ്യക്തിപരമായി നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. മറുസൈഡിൽ മത്സരിക്കുന്ന ഒരാൾ തീർത്തും വർഗീയപരമായി വോട്ട് പിടിക്കുന്ന ഒരു സ്വഭാവം അത് ഈ മണ്ഡലത്തിലെ ആൾക്കാർ തള്ളിക്കളയും. കഴിഞ്ഞ ദിവസമൊക്കെ വാർത്ത കേട്ടു, വ്യാപകമായി പണം ഒഴുക്കിയാണ് ആ സ്ഥാനാർത്ഥി വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മണ്ഡലത്തിലെ ജനങ്ങൾ വളരെ ശക്തമായി പ്രതിഷേധം അറിയിക്കുകയും പുള്ളിക്കെതിരെ ശക്തമായി, കാരണം മുൻ MLA എന്ന രീതിക്ക് അയാൾ ആ വ്യക്തി നല്ല പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിലെ ഈ തിരഞ്ഞെടുപ്പിൽ നല്ല വോട്ടുപിടുത്തമാണ്. കാരണം അതാണ് അങ്ങനെ പറയാൻ സാധിക്കാറുണ്ട്. അപ്പം ഈരാറ്റുപേട്ടയിലൊക്കെ ഈ ഇടതുപക്ഷ ജനാധിപത്യക്ക് നല്ല മുൻതൂക്കം ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളിലും LDF ലീഡ് ചെയ്യും. കാരണം കഴിഞ്ഞ 5 കൊല്ലം ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും വ്യക്തമായി വീതിച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടന്നത്. ഒരു പഞ്ചായത്തിന് മുൻതൂക്കം ആർക്കും കൊടുത്തില്ല. കാരണം എല്ലായിടത്തും നല്ലതുപോലെ വികസനം ചെയ്തിട്ടുണ്ട്. ഈരാറ്റുപേട്ടയ്ക്ക് പ്രത്യേകിച്ച് ഒരു സിവിൽ സ്റ്റേഷൻ്റെ തറക്കല്ലിടിയിൽ, അതുപോലെ തന്നെ വാഗമൺ റോഡ്, ഈരാറ്റുപേട്ടയിലെ എല്ലാ വാർഡുകളിലും തന്നെ അതാത് മെമ്പർമാർക്ക് വീതിച്ച് ഫണ്ടുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 100% സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ വിജയിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെയുള്ള പോളിംഗ് എങ്ങനെയുണ്ട്? ശ്രദ്ധിച്ചിരുന്നു പോളിംഗ് രാവിലെ ഇവിടെ അൽമനാർ സ്കൂള് 2 ബൂത്താണ്, ഒന്നാം ബൂത്തും 2ാം ബൂത്തും. രാവിലെ നല്ല അത്യാവശ്യം തിരക്കുകളുണ്ട്. കാരണം ഉച്ചകഴിഞ്ഞ് ചൂടുമൊക്കെ പ്രത്യേകിച്ച് ആൾക്കാർ രാവിലെ തന്നെ അത്യാവശ്യം തിരക്കുകളുണ്ട്. എല്ലാവരും ഈ ഇലക്ഷനെ ഒരു കഴിഞ്ഞ ഇലക്ഷൻ പോലെയല്ല, ഇലക്ഷനെ നല്ല ഒരു ജാഗ്രതയോടുകൂടിയാണ് കാണുന്നത്. അറിയാമല്ലോ, ദേശീയ തലത്തിൽ പൗരത്വം അല്ലെങ്കിൽ SIR ഒക്കെ വന്ന പിന്നെ ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വിദേശത്ത് പോലും ജോലി ചെയ്യുന്നവർ വോട്ട് ചെയ്യാനായിട്ട് രാവിലെയും ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എന്തോ ഒരു ജാഗ്രതയാണ്. വോട്ട്
എന്നുള്ളതിൽ വോട്ട് ചെയ്യണം, അതുപോലെ വോട്ട് കാണണം, ലിസ്റ്റിൽ കാണണം എന്നൊക്കെ വളരെ ജാഗ്രതയാണ്. നമ്മൾ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ തന്നെ വളരെ അന്വേഷിച്ച് പിടിച്ചാണ് അവർ സ്ലിപ്പ് നമ്മൾ കൈപ്പറ്റുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വോട്ട് ചെയ്തില്ല എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു മനസ്സിനകത്ത് ഒരു ദേശീയ തലത്തിൽ ഒരു പേടിയുണ്ട്. ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട് വോട്ട് ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ആശങ്കയാണ്. എല്ലാവർക്കും തന്നെ വോട്ട് ലിസ്റ്റിൽ പേരുണ്ട്.